Let us turn our attention to the book of Philippians, chapter 2. 14 and 15 നമുക്ക് നൂറെ വായിക്കാം. 14 and 15. Can you use microphone, please? Do everything without grumbling and arguing, so that you may become blameless and pure, children of God without fault in a warped and crooked generation. Then you will shine among them like stars in the sky. മതി. മലയാളത്തിലൂടെ ഒന്ന് വായിക്കാമോ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. മതി. വളരെ മണിക്കൂറുകൾ പറയേണ്ട വിഷയങ്ങൾ അടങ്ങിയ ഒരു പാസേജാണത്. This passage we need to think many hours. നമ്മളതിൻ്റെ 12 മുതൽ വിശദമായിട്ട് ചിന്തിച്ചിരുന്നു. We already learned from verse 12 onwards. ഞാൻ ആ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയും. വർക്കൗട്ട് അവർ സാൽവേഷൻ എന്നാണ് ഞാൻ ആ സന്ദേശത്തിന് കൊടുത്ത പേര്. When I was giving you that message, I gave a title for those messages that work out your own salvation. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. The meaning is, by His grace alone we all are saved. കൃപയാൽ നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നതിനാണ് വർക്കൗട്ട് അവർ സാൽവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. With His grace we need to live our life also. That is called work out our own salvation. ആ സാൽവേഷൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ 3 ക്വാളിറ്റി നമ്മളിൽ നിന്ന് പുറത്തു വരും എന്നതാണ് വേഴ്സ് 14. When we work out our salvation, there will come out 3 qualities. നമ്മൾ താമസിക്കുന്ന ഈ സറൗണ്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്രുക്കഡ് ആൻഡ് പെർവേർട്ടഡ് ജനറേഷൻ. We can see that the surroundings where we currently live are surrounded by crooked and perverse generation. ആ ജനറേഷന്റെ നടുവിൽ നമ്മൾ സാൽവേഷൻ വർക്കൗട്ട് ചെയ്യണമെന്നാണ് ഫിലിപ്പിയിലുള്ള ദൈവമക്കളോട് പോൾ പറയുന്നത്. Paul was exhorting the members in the place of Philippians, when you live amongst a group which is you are surrounded by crooked and perverse generation, but you have to live a holy and blameless life. You have to work out your living salvation. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ക്രുക്കഡ് ആൻഡ് പെർവേർട്ടഡ് ജനറേഷന്റെ നടുവിൽ നമ്മൾ സ്ക്രിപ്ചർ അനുസരിച്ച് ജീവിക്കണം എന്നതാണ് ഈ വാക്യത്തിന്റെ സിമ്പിൾ അർത്ഥം. The simple meaning of this verse is, when we live in such a kind of generation, amongst such a kind of generation, we have to live a life by obeying completely the scriptures. ആ ഒബേ നമ്മുടെ കഴിവുകൊണ്ടല്ല, ഹോളി സ്പിരിറ്റ് ഈസ് എനേബിളിംഗ് us to obey the scripture എന്നതാണ് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്. This scripture is very clearly mentioning that we are unable to live a life holy by our own strength, but with respect to the help of the Holy Spirit, we can live a victorious life amongst this generation. അങ്ങനെയെങ്കിൽ ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, വചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അനന്യരാകണം, പരമാർത്ഥികളാകണം, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാകണം. എങ്ങനെ? ആ കേൾക്കുന്ന വായിക്കുന്ന തിരുവെഴുത്ത് നമ്മൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുമ്പോഴാണ് ഈ നിലയിലുള്ള ക്രിസ്ത്യൻ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. When you listen to scriptures, when you read scriptures, you will be able to follow the scriptures. Then only you will be able to work out your salvation by producing certain qualities from inside. അങ്ങനെ ഒബേ സ്ക്രിപ്ചർ കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ആർഗ്യുമെന്റും പിറുപിറുപ്പും ഒന്നും ഉണ്ടാകരുതെന്നാണ് ആ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. The verse which we read, that if we truly obey scriptures, then we won't argue, we won't murmur. പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? What is the meaning that do all things without arguing or murmuring? What is the meaning? ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളെ സറണ്ടർ ചെയ്യുക, അതാണ് അതിന്റെ അർത്ഥം. When we listen to scriptures, we have to submit and surrender. ഈ വ്യാഖ്യാനിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, സിമ്പിൾ, അതാണ് അർത്ഥം. The simple meaning of the verse is this. പ്രൈസ് ലോർഡ്. ഈ അങ്ങനെ ഈ വക്രതയുള്ള കോട്ട ഉള്ള തലമുറയുടെ നടുവിൽ നമ്മൾ
വചനമനുസരിച്ച് ഈ സ്റ്റാറിനെ പോലെ പ്രകാശിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം. Here, Paul is exhorting Philippian church that when you have to obey scripture, when you live amongst a crooked and perverse generation, you have to shine like a star in the darkness. അങ്ങനെങ്കിൽ പ്രകാശിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? If we want to be illuminated, what do we need to do? പ്രകാശത്തെ തടുക്കുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്നതാണ്. The thing which hinder the light in us, we need to avoid. നമ്മൾ അതിനെ എല്ലാം ഉപേക്ഷിക്കുക. We need to give up all the things which causeth darkness in us. ഈ സ്ട്രീറ്റ് ലൈറ്റ് കേടായത് ഈ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ പവർ സ്റ്റേഷനിൽ നിന്ന് വന്ന ആളുകൾ മാറുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you ever noticed some electricity members will come and correct certain street lights which were turned off? അതിൻ്റെ ഗ്ലാസ് എല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഇതിലേക്കൂടെ നടക്കുന്ന ചെറിയ ചെറിയ ജീവിയെല്ലാം അതിനകത്ത് കയറി അടഞ്ഞിരിക്കുന്നത് കാണാം. When they were cleaning that lights which were not working, we can see that when they take out that covering or the shield, we can see a lot of waste particles inside. അതെല്ലാം ക്ലീൻ ചെയ്താലേ ഈ വെട്ടം പുറത്തോട്ട് വരുള്ളൂ. They need to clean all those dust and all the flies and all the particles. Then only the light will be illuminated clearly. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ കേൾക്കുന്ന വചനത്താൽ നമ്മളെ തന്നെ ശുദ്ധി ചെയ്ത് വിശുദ്ധീകരിച്ച് ദൈവവചനത്തിൻ്റെ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ പേരാണ് വർക്ക് ഔട്ട് അവർ സാൽവേഷൻ. The simple meaning is, when you listen to a message or when you read the scriptures, we have to clean ourselves from all the dirt and filthiness from ourselves so that we can live a victorious life. ഈ വർക്ക് ഔട്ട് അവർ സാൽവേഷൻ പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നാണെന്നറിയാമോ? Do you know the context of what this work out your salvation? അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റ് എന്നാണ്? Do you know the context of this textual passage? ദൈവമായിരുന്ന നമ്മുടെ കർത്താവ് ആ ദൈവത്വത്തിൻ്റെ ആ എക്സ്റ്റേണൽ ഗ്ലോറി വേണ്ടെന്ന് തൽക്കാലത്തേക്ക് വെച്ച് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് നമ്മിൽ ഒരുവനെ പോലെ താണു വന്ന കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിട്ട് പറയുക, ദേ അതാണ് നമ്മുടെ മാതൃക, ഇങ്ങനെയാണ് നമ്മുടെ സാൽവേഷൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. വർക്കൗട്ട് അവർ സാൽവേഷൻ. Even before this passage, the context of this passage is Jesus Christ, who is God, who left the glory of God and who took the form of a human being and who came to the very nature of us and who came down to the earth. And after becoming like that, he was explaining that, working out our own salvation like this. ഈ ഫിലിപ്പി ലേഖനത്തിനകത്ത് ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നം. There is a problem in the epistle of Philippians. ഞാൻ പറഞ്ഞു വരും മനസ്സിലാവും. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ച രണ്ട് സിസ്റ്റേഴ്സ് തമ്മിൽ ഒരു ചെറിയ പ്രശ്നം. ആരാ വലുത്? ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ചാപ്റ്റർ 4 വേഴ്സ് 2 വായിച്ചാൽ മതി. In this Philippian church, there was a problem between two sisters. Who is greater among them? അതിന് ഉത്തരം പറഞ്ഞു വരികയാണ്. ദേ നിങ്ങളുടെ ഇടയിലെ പ്രോബ്ലത്തിന് ഞാനൊരു പരിഹാരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുക എന്നാണെന്നറിയാമോ? ദേ വലുതോ ചെറുതോ ഒക്കെ അവിടെ നിൽക്കട്ടെ, കർത്താവിനെ നോക്കിയോ, ഉയരത്തിലിരുന്നവൻ താഴോട്ട് വന്നു. ഇതാണ് നമ്മുടെ മോഡൽ, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ ഇടയിലെ പ്രശ്നത്തിന് പരിഹാരം ഇതാണ് എന്ന് പറഞ്ഞിട്ട് വർക്ക് ഔട്ട് അവർ സാൽവേഷൻ എന്ന് പറഞ്ഞ് ഈ കാര്യം വിവരിക്കുകയാണ്. Paul is explaining by answering to two sisters who were quarreling between themselves, who is greater. Paul was giving them an answer. Look unto Jesus, who took the form, who humbled himself and who considered the other better. So have the mind in you which was also in Christ Jesus. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ പിറുപിറുപ്പും വാദവും ഉണ്ടാകരുത്. ഹോൾ ഹാർട്ടഡ് ആയിട്ട് വേണം ചെയ്യാൻ. When we try to work out our own salvation, we won't be able to argue or murmur. We will be able to work out our salvation with humility. ഹോൾ ഹാർട്ടഡ് ആയിട്ട് We can do it with wholeheartedly. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കണ്ടാൽ എന്നാ ഓർക്കും? ദാറ്റ് നോട്ട് എ മാറ്റർ അറ്റ് ഓൾ. When someone watches, they will think that it doesn't matter. അങ്ങനെ ഒരു കാര്യമേ തിരുവെഴുത്തിനകത്തില്ല. തമ്പുരാൻ കാണുന്നു എന്ന ബോധ്യമാണ്. So always think that
God is watching you. മറ്റാരെന്ത് കാണുന്നു പറയുന്നു അതൊക്കെ രണ്ടാമതാണ്. Whatever other may think or say, do not consider that, but God is watching us. അങ്ങനെങ്കിൽ പ്രാർത്ഥിക്കുന്നതും യോഗത്തിന് വരുന്നതും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും എല്ലാം ഹോൾ ഹാർട്ടഡ് ആയിട്ട് പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യണം. So whatever you do, if you are coming to church or if you are listening to scripture, or if you are reading or if you are giving, whatever you do, think always that God is watching you. With that attitude in your mind, work out your own salvation. കാരണം എന്നാണെന്നറിയാമോ, നമ്മൾ ജീവിക്കുന്ന ലോകം വല്ലാത്തൊരു ലോകമാണ്. Do you know what is the reason? The reason is we are living amongst a crooked and perverse generation. Praise the Lord. Amen. അതിൻ്റെ നടുവിൽ നമുക്ക് 3 ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. When we live amongst this generation, we need to have 3 qualities. ഒന്ന്, ബ്ലെയിംലെസ് ആയിരിക്കണം. First one is blameless. എന്താ ഈ ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ? Do you know what is the meaning of blameless? ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കാനായിട്ട് ഒരു കാര്യവും നമ്മിൽ നിന്ന് കാണരുത്. When there should not be anything in us so that they can blame us. അങ്ങനത്തെ ഒന്നും കാണരുത്. Nothing should be there in our life to be blamed for. ഈ ബ്ലെയിംലെസ് ഈസ് സംതിങ് എക്സ്റ്റേണൽ ആണ്. Blameless is a characteristic which is external. പുറത്ത് കാണാം, നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് കാണാൻ പറ്റും. Everyone can see something, that character is external, being blamed and people blaming us. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബ്ലെയിംലെസ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇടപാടിലും പിടിക്കാൻ മറ്റുള്ളവർക്ക് ഒന്നും ഉണ്ടാകരുതെന്നാണ് അതിൻ്റെ അർത്ഥം. So the meaning is, when whatever we do or any transactions, people should not have a hold on you to blame you. ബ്ലെയിംലെസ്സിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഡാനിയേലാണ്. The first and best example for blameless life which was led by Daniel. എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ല. ഡാനിയേൽ 6:4 എന്ന് നോക്കിയേ, ചാപ്റ്റർ 6:4. We can see that Daniel chapter 6:4, 6-ാം അധ്യായം 4-ാം വാക്യം. ആ ബ്ലെയിംലെസ് എന്താണെന്ന് അവിടെ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മതി. ഇംഗ്ലീഷിലൂടെ പെട്ടെന്ന് നോക്കാമോ? പെട്ടെന്ന്. ബ്ലെയിംലെസ്സിന്റെ ഡെഫിനിഷൻ ചാപ്റ്റർ 6:4 Then the presidents and the satraps sought to find occasion against Daniel as touching the kingdom, but they could find no occasion nor fault, for as much as he was faithful. അതാണ് ബ്ലെയിംലെസ്. That is what it is, blameless. നിങ്ങൾ ദാനിയേൽ പ്രവചനം വായിച്ചാൽ ഒരു കാര്യം നോട്ടീസ് ചെയ്യാം. If you read the book of Daniel, you can observe one thing. അതോറിറ്റീസ് മാറുന്നുണ്ട്, പക്ഷേ ഡാനിയേലിന്റെ പൊസിഷൻ മാറുന്നില്ല. Authorities are being replaced, but Daniel's position stood firm. നെബൂഖദ്നേസർ മാറുന്നുണ്ട്, ബേൽശസ്സർ മാറുന്നുണ്ട്, പക്ഷേ ആ പൊസിഷനിൽ ദാനിയേലുണ്ട് അപ്പോഴും. Nebuchadnezzar came, Belshazzar came, but Daniel stood same in the same position. He was upright. അതാണ് ആ വാക്കിന്റെ Praise അർത്ഥം. the Lord. The meaning of that word is he was upright. അങ്ങനെങ്കിൽ ഈ കാലഘട്ടത്തിൽ രക്ഷ വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് ആകുക എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. So in this generation, the meaning of working out our own salvation means being upright. Are you following me? Praise the Praise Lord. the Lord. Hallelujah. വിവരിക്കുന്നില്ല. രണ്ടാമത്തെ വാക്ക് ഒന്ന് ബ്ലെയിംലെസ്. The first two characteristics is blameless. രണ്ടാമത് അവിടെ എഴുതി വെച്ചേക്കുന്ന പ്യുവർ, പരമാർത്ഥികൾ. The second phrase is pure or holy. എന്ന് പറഞ്ഞാൽ ബ്ലെയിംലെസ് ഈ സംതിങ് എക്സ്റ്റേണൽ ആണെങ്കിൽ പ്യുവർ എന്നുള്ളത് ഇന്റേണൽ ആണ്. Blameless, the first one is external. If that is so, being holy, that is something internal. അല്പം ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ബ്ലെയിംലെസ് ആയിട്ടൊക്കെ അഭിനയിച്ച് ജീവിക്കാൻ പറ്റും. Those who are well trained, they can act and they can live a life without any blame. അല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ ജീവിക്കാനും പ്രസന്റ് ചെയ്യാനും ഒക്കെ പറ്റും. We will be able to present our life in a blameless way. നമുക്കറിയാം ഈ റിസപ്ഷനിലൊക്കെ ഇരിക്കുന്നവർ ഈ മേഖലയിൽ വളരെ ട്രെയിൻഡ് ആണ്.
We all know that those who are in the reception chairs, they are well trained to behave in a very well way. കസ്റ്റമർ കെയർ ഇരിക്കുന്നവരോട് നമ്മൾ എന്ത് വിളിച്ചു പറഞ്ഞാലും അവർ ചൂടാകുകയില്ല. The people who are sitting in the customer care, they won't be so much irritated that fast. അത് ട്രെയിനിങ് കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ്. After being trained, we will be able to behave like that. എന്നാൽ രണ്ടാമത്തെ കാര്യമോ, But the second thing, being holy, ഇത് രൂപാന്തരം വന്നവനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. those who truly born again or being transformed, they only can produce this character. ബ്ലെയിംലെസ് ആൻഡ് പ്യുവർ. Blameless and pure. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത് ഞാൻ എൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കുകയാണെന്ന്. That is the reason Paul was saying that I am keeping my heart holy. ആക്ട്സ് ചാപ്റ്റർ 22 വന്ന ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. Acts chapter 22. Let us turn our attention 24. to chapter 24. ആ ഹൃദയം സൂക്ഷിക്കുന്ന കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാ. 24 verses 15. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ വച്ചിരിക്കുന്നു. 16. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. നിങ്ങൾ വാക്യം കണ്ടോ? ഇംഗ്ലീഷിലൂടെ ഒന്ന് പെട്ടെന്ന് വായിച്ചേ. So I strive always to keep my conscience clear before God and man. 16 16 is that. 15. Okay. And I have the same hope in God as these men themselves have, that there will be a resurrection of both the righteous and the ആ wicked. വാക്ക് കണ്ടോ? രണ്ടു പേരുടെയും ഉയർപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We can see that there it was written like this, resurrection of both just and unjust. എന്നാൽ നീതിമാന്മാരുടെ കൂട്ടത്തിലെ റിസറക്ഷൻ എനിക്കുണ്ടാകേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തെ വളരെ സൂക്ഷിക്കുന്നു എന്നാണ് വാക്യം. Paul was mentioning that in the end there will be a resurrection of both just and unjust, but Paul is saying that I want to be risen up as in the group of just group. That's why I am keeping my heart holy. പരമാർത്ഥികളാകണം. Be holy. ഇനി ഏറ്റവും ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വാക്യമുണ്ട്. 2 Corinthians 1:12 ഒന്ന് നോക്കിയാൽ. 2 Corinthians 1:12. 2 കൊരിന്ത്യർ 1:12 ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ഈ എന്തൊരു വാക്യാന്നറിയാമോ? ഒന്ന് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചേ ആ വാക്യം. Now this is our boast. Our conscience testifies that we have conducted ourselves in the world, and especially in our relations with you, with integrity and godly sincerity. We have done so relying not on worldly wisdom, but on God's grace. ഞാൻ അതിനെ ഇത്രയാക്കി പറയാം. നമുക്ക് എത്ര പേർക്ക് വഞ്ചന കൂടാതെ പറയാൻ പറ്റും, ഇതുപോലെയാണ് എൻ്റെ ലോകത്തിലെ സകല ഇടപാടും എന്ന്? അത്രയുള്ള വാക്യത്തിനർത്ഥം. I would like to ask you a question based on this verse. How many of us sincerely say that I am living a life like this without any? പോൾ പറയുക, ഞാൻ വിശുദ്ധിയിലും നിർമ്മലതയിലും നിങ്ങളോട് പെരുമാറിയിരിക്കുന്നു എന്ന് എൻ്റെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ പ്രശംസ. Hallelujah. Paul is saying that the testimony of our conscience, that in holiness and sincerity of God, that is my testimony. ഈ പാസ്റ്റർ പ്രസംഗത്തിന് ഉണർവില്ലാത്ത എന്നെ പിടികിട്ടിയോ? Hallelujah. Do you know why there is no revival in my message? എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് ചങ്ക് പൊട്ടിപ്പോകല്ലേ? ഇത് ശ്രദ്ധിച്ചു വായിച്ചാൽ. Hallelujah. When you read very carefully, our heart will be broken. ബ്ലെയിംലെസ് ആൻഡ് പ്യുവർ. A life of blameless and pure. ഒരു ഉയർപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ പ്യുവറായിട്ട് സൂക്ഷിക്കുകയാണ്. There is a resurrection for the whole mankind. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മൂന്നാമത്തെ വാക്ക് ഫിലിപ്പിലെ, ഞാൻ അതൊന്നും പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തെ വാക്ക് ബ്ലെയിംലെസ് ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം, വിത്തൗട്ട് ഫോൾട്ട്, നിഷ്കളങ്കരായിരിക്കണം. The third characteristic is without fault, like without fault. നിഷ്കളങ്കത എന്ന ആ വാക്കിന്റെ അർത്ഥം, നിഷ്കളങ്കത എന്ന വാക്കിന്റെ അർത്ഥം, The meaning of that innocence, ഞാനിപ്പോ പറഞ്ഞു തന്നെയാണ്, വിത്തൗട്ട് ഫോൾട്ട്. without fault. അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് യാഗവുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് വേർഡാണ്. In the Old Testament, when we bring some animal to sacrifice, that is related to that word. ആ ആനിമലിനെ
ആദ്യം ഒത്തിരി 5 പ്രോസസ്സുണ്ട്. ഏറ്റവും ആനിമലിനെ നോക്കണം, അതിന് ഫാൾട്ട് ഉണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് അതിൻ്റെ ആ സ്കിന്ന് മാറ്റിയിട്ട് നോക്കണം, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം, അതിനെ പീസ് ആക്കിയിട്ട് നോക്കണം, എന്തെങ്കിലും ചതവോ എന്തെങ്കിലും ആനിമലിനുണ്ടോ. ഒന്നുമില്ലെങ്കിൽ യഹോവയ്ക്ക് യാഗമാക്കാം. ആ പ്രോസസ്സിങ്ങിൽ ജയിക്കുന്നതിന് പറയുന്ന പേരാണ് വിത്തൗട്ട് ഫാൾസ്. This is actually related to the Old Testament sacrifice. When a person brings an animal for sacrifice, the priest usually tend to watch outside if there is any fault. Once they peel off the skin, they have to look inside underneath the skin whether any fault is there. Then again, when they cut it into pieces, again they have to examine whether any fault with this animal. That is the context of finding no fault. അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ ലോകത്തിൽ പ്രകാശിക്കുക. That is what it is saying, that you become holy, blameless and harmless, children of God without fault. You live in the midst of crooked and perverse generation like a star which is shining in the darkness. സ്തോത്രം. Hallelujah. Stotram. പെട്ടെന്ന് കൊലോസ്യലേഖനം 1 വാക്യങ്ങൾ മാത്രം. കൊലോസ്യലേഖനം 1 കൊലോസിയൻസ് ചാപ്റ്റർ 1. Hallelujah. Colossians chapter 1. അതിന്റെ 22ാമത്തെ വാക്യം പെട്ടെന്ന് നോക്കി. 22ാമത്തെ വാക്യം, Verse 22. നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടത് മതി. നിങ്ങളെ അവന്റെ മുന്നിൽ, അതായത് പിതാവിന്റെ മുന്നിൽ ആ വാക്ക് 3 പ്രയോഗം അവിടെ കണ്ടോ? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ദ ക്രോസ് ഓഫ് ദ കാൽവറി. Amen. Hallelujah. The ultimate purpose of the cross of Calvary is to present each one of us holy, without blemish and unreprovable. ഇവിടെ രക്ഷ വർക്കൗട്ട് ചെയ്ത് ബ്ലെയിംലെസ് ആയി, പരമാർത്ഥികളായി, വിത്തൗട്ട് ഫാൾട്ടായി നമ്മളിവിടെ ജീവിക്കുമ്പോൾ തമ്പുരാൻ നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയും, ഇതാണ് അങ്ങനെ ഏൽപ്പിച്ച മക്കളെന്ന് പറഞ്ഞ് നമ്മളെ പ്രസന്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് അവർ ലോർഡ് ജീസസ് ഡെത്ത് എന്നതാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നത്. The scripture is saying that the ultimate meaning of the death of Jesus Christ on the cross is to present each one of us without blemish in front of God. സെയിം വാക്യം ഒരു 2 പേജ് ഇങ്ങോട്ട് മടിച്ച എഫെസ്യ ലേഖനം 5 Ephesians chapter 5. നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്. 26 വാക്യം 26 and 27. Ephesians 5 പെട്ടെന്ന്. Ephesians. അവൻ അവളെ വചനത്തോടു കൂടിയ അവനവളെ, ഒരു ചോദ്യം, ആരാരെ? കർത്താവ് സഭയെ അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും. വാക്കുണ്ടോ? ടു പ്രസന്റ് ദ ചർച്ച് ബിഫോർ ദ ഫാദർ. Amen. Hallelujah. സ്തോത്രം. Hallelujah. Lord Jesus Christ, by his blood sanctifying us, cleansing us by washing of water with the word, that he might present the church to himself a glorious, not having spot or wrinkles or any such thing. ഇതെല്ലാം വെളിപ്പാടിൽ മനസ്സിലായതുകൊണ്ടാണ് പോൾ പറഞ്ഞത്, ഒരു പുനരുത്ഥാനം ഉണ്ട്, അന്ന് എനിക്ക് അവിടെ നിൽക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കുന്നു. നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി ദൈവവചനം അനുസരിച്ച് ലോകത്തിന് വെളിച്ചം കൊടുക്കണം. ഇതിൻ്റെ പേരാണ് വർക്കൗട്ട് അവർ സാൽവേഷൻ. അങ്ങനെ കൃപയാൽ ചെയ്യുന്ന നമ്മളെ നമ്മുടെ പൊന്നുനാഥൻ പിതാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഒരു ദിവസം പ്രസന്റ് ചെയ്യും. അതാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം. The end point of our salvation is our Lord Jesus, by his grace, he will enable us to live a life without blameless, without any blemish, without any fault, and a life of holy life. We will be able to lead in this earth with the power of the Holy Spirit, and Lord Jesus will bring us in front of God and present us without any blemish or wrinkles or any spot.
ഈ സെൻസ് മറക്കരുത്. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ദ ക്രോസ്. This is the ultimate purpose of the cross, is presenting each one of us before God without any fault. ഇതിന് പ്രാധാന്യത കൊടുക്കണം നമ്മൾ. We have to give more importance to this. ഭക്തനായ ഒരു തിയോളജിയനാണ് C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ. C.S. Lewis, a famous theologian, said like this. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ. He was a very blessed preacher. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. He said like this. All that is not eternal is eternally useless. Amen. Hallelujah. മലയാളം ഞാനൊന്ന് പറയാം. മലയാളം തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിച്ചെടുത്തോളൂ. നിത്യതയോടുള്ള ബന്ധത്തിൽ നിത്യമല്ലാത്തതെല്ലാം ഉപയോഗശൂന്യമാണ്. All that is related to eternal. All that is not eternal is eternally useless. Amen. Hallelujah. മനസ്സിലുണ്ടാവുമല്ലോ. Amen. Stotram. നമുക്ക് പ്രാർത്ഥിക്കാം.